അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ തഫ്സീർ പഠനത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി സൂറത്തുൽ നാസും സൂറത്തുൽ ഫലക്കും നാം ചർച്ച ചെയ്തു. ഈ എപ്പിസോഡിൽ സൂറ ഇഖ്ലാസ് ആണ് നാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇഖ്ലാസ് എന്നുള്ളതിന് ആത്മാർത്ഥത, വിശ്വാസ വിശുദ്ധി എന്നിങ്ങനെ അർത്ഥങ്ങളാണ് ഈ ഹെഡിങ്ങിലൂടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സൂറ മക്കിയായ സൂറകളിൽപ്പെട്ട ഒന്നാണ്. ഖുർആനിലെ 112 അധ്യായമായി രേഖപ്പെടുത്തപ്പെട്ട ഈ സൂറയിൽ 4 സൂക്തങ്ങളാണുള്ളത്. ഈ സൂറയുടെ കാതലും കാമ്പും തൗഹീദിൻ്റെ തനിമ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. വിശ്വാസത്തിലെ നിഷ്കളങ്കതയെ മുൻനിർത്തിയാണ് ഈ അധ്യായത്തിന് ഇഖ്ലാസ് എന്ന പേര് നൽകപ്പെട്ടത്. റബ്ബിനെ പരിചയപ്പെടുത്താനുള്ള ഖുറൈശികളുടെ ആവശ്യത്തിനുള്ള പ്രതികരണമായാണ് ഈ സൂറയുടെ അവതരണം. അതോടൊപ്പം ജൂതന്മാരുടെ അന്വേഷണത്തിനുള്ള മറുപടിയായാണ് ഈ സൂറ അവതീർണമായതെന്ന് അഭിപ്രായവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകളുടെ വിഗ്രഹപൂജ, ക്രൈസ്തവരുടെ ത്രിയേകത്വം, ജൂതന്മാരുടെ ഉസൈറിൻ്റെ പിതാവായ ദൈവം എന്ന വാദം, മജൂസികളുടെ നക്ഷത്രപൂജ, മറ്റു മതക്കാരുടെ ഇണയും തുണയുമുള്ള ദേവീദേവന്മാർ എന്നീ ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് മുക്തമായ കലർപ്പറ്റ ഏകദൈവ വിശ്വാസത്തിൻ്റെ സന്ദേശമാണ് ഈ സൂറയുടെ ഉള്ളടക്കം. ഈ അധ്യായത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ചില നബിവചനങ്ങളുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്. ഇമാം ബുഖാരി 4745 നമ്പറായി നിവേദനം ചെയ്തിരിക്കുന്നു. അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റജുലൻ സമിഅ റജുലൻ യഖ്റഉ ഖുൽ ഹുവല്ലാഹു അഹദ് യുറദ്ദിദുഹ ഫലമ്മ അസ്ബഹ ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ദാലിക ലഹു. അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് നിവേദനം. ഒരു വ്യക്തി മറ്റൊരാൾ ആവർത്തിച്ച് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് കേട്ടു. അയാൾ നേരം പുലർന്നപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ അടുക്കൽ ചെന്നു ഈ കാര്യം നബിയോട് പറഞ്ഞു. ഫകഅന്ന റജുലു യതഖാല്ലുഹ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലദി നഫ്സി ബിയദിഹി ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ. അയാൾക്ക് ആ അധ്യായം വളരെ കുറഞ്ഞതായി തോന്നി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. തീർച്ചയായും അത് ഖുർആനിൻ്റെ 1/3 സമമാണ്. മറ്റൊരു ഹദീസിൽ ബുഖാരി തന്നെ 4746 നമ്പറായി നിവേദനം ചെയ്തിരിക്കുന്നു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി തൻ്റെ അനുജന്മാരോട് പറഞ്ഞു, ഒരു രാത്രി കൊണ്ട് ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അവർക്കത് അസാധ്യമായി തോന്നി. അവർ ചോദിച്ചു, ദൈവദൂതരെ, എങ്ങനെയാണ് ഞങ്ങൾക്കതിന് സാധിക്കുക? നബി പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3. അത് ഖുർആൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം തൗഹീദാണ്. ആ തൗഹീദ് ആണ് ഖുർആനിൻ്റെ 1/3 ഭാഗത്ത് 2000ഓളം ആയത്തുകളിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. ആ ആശയങ്ങളുടെ സംക്ഷിപ്തവും അതിൻ്റെ സമഗ്രതയും ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സൂറ. ആ രീതിയിലൊക്കെയും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ സൂറ ഖുർആനിൻ്റെ 1/3 എന്ന ആശയം നമുക്ക് വ്യക്തമാകുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, നബി എല്ലാ രാത്രിയും ഉറങ്ങുവാൻ കിടക്കുന്ന നേരം ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നിവ ഓതി കയ്യിൽ ഊതി 3 തവണ തലയിലും മുഖത്തും ശരീരം മുഴുവനും തടവാറുണ്ടായിരുന്നു. ഇത് ബുഖാരി 4748 നമ്പറായി നിവേദനം ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉദ്ധരിക്കുകയുണ്ടായി. അതോടൊപ്പം ഈ സൂറത്തിന് മറ്റു ചില പേരുകളുണ്ട്. അതിലൊന്ന് സൂറത്തുൽ അസാസ്, അടിത്തറ എന്നും,
സൂറത്തുൽ മാരിഫ വിജ്ഞാനമെന്നും സൂറത്തു തൗഹീദ് ഏകദൈവ സിദ്ധാന്തം എന്നീ പേരുകൾ കൂടി ഈ അധ്യായത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറയിൽ വരുന്ന ആയത്തുകളുടെ പദങ്ങളെ നാം പരിശോധിച്ചാൽ ആദ്യത്തെ ആയത്ത് കുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളതാണ്. അതിൽ കുൽ എന്ന് പറഞ്ഞാൽ പറയുക എന്നർത്ഥം. ഹുവ അവൻ, അള്ളാഹു അള്ളാഹു, അഹദുൻ ഏകനാണ്. പറയുക അവൻ അള്ളാഹു ഏകനാകുന്നു എന്നർത്ഥം. അള്ളാഹു സ്വമദ്, അള്ളാഹു അസ്വമദ് എന്ന് പറഞ്ഞാൽ ആരുടെയും ആശ്രയമില്ലാത്തവനും ഏവർക്കും ആശ്രയമായിട്ടുള്ളവനും. അള്ളാഹു ആരുടെയും ആവശ്യമില്ലാത്തവനും ഏവർക്കും ആശ്രയമായിട്ടുള്ളവനുമാകുന്നു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ലം യലിദ് വലം യൂലദ്. ലം യലിദ് ജന്മം നൽകിയില്ല, വലം യൂലദ് ജനിച്ചിട്ടുമില്ല. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. വലം യക്കുൻ ലഹു കുഫുവൻ അഹദ്. വലം യക്കുൻ ലഹു അവൻ ഇല്ലതാനും, കുഫുവൻ തുല്യനായി, അഹദുൻ ഒരാളും, അവന് തുല്യനായി ആരും ഇല്ലതാനും. ഇതാണ് ഈ സൂറയുടെ വാക്കുകളുടെ അർത്ഥവും പരിഭാഷയും. ഇതിൽ വന്നിട്ടുള്ള ചില പദങ്ങളെ നമ്മൾ പ്രത്യേകമായി വിശകലനം ചെയ്യുമ്പോൾ അഹദ് എന്ന വാക്ക്, അഹദ്, വാഹിദ് എന്നീ വാക്കുകളുടെ പ്രയോഗ വ്യത്യാസം സംബന്ധിച്ച് അൽ മാവർദി തൻ്റെ തഫ്സീറിൽ അൽ നുഖത്ത് വൽ ഉയൂൻ എന്ന തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അന്നൽ അഹദ ലാ യദ്ഖുലുൽ അദദ്. അഹദ് എന്നുള്ളത് അതിലെ എണ്ണം പ്രവേശിക്കുന്നില്ല, അഥവാ എണ്ണത്തെ കുറിക്കാൻ വേണ്ടി എണ്ണൽ സംഖ്യയിൽ അഹദ് പെടുന്നില്ല. എന്നാൽ വൽ വാഹിദ് യദ്ഖുലു ഫിൽ അദദ്, വാഹിദ് എന്നുള്ളത് എണ്ണൽ സംഖ്യയിൽ പെടുന്നതാണ്. ലി അന്നക തജാലുൽ വാഹിദ് സാനിയൻ ലാ തജാലുൽ അഹദി സാനിയൻ. അഥവാ വാഹിദിൻ്റെ തുടർച്ചയായി നീ സാനി എന്നത് ഉപയോഗിക്കുന്നു, എന്നാൽ അഹദിൻ്റെ തുടർച്ചയായി സാനി എന്ന് ഉപയോഗിക്കുന്നില്ല. ഇത് ഈ പ്രയോഗങ്ങളുടെ പ്രത്യേകത വ്യക്തമാക്കിയതാണ്, അഹദ്, വാഹിദ് എന്നീ രണ്ട് പദങ്ങളുടെ. മറ്റൊന്ന് അസ്വമദ് എന്ന പദപ്രയോഗത്തെ സംബന്ധിച്ച് തഫ്സീർ ഖുർത്തുബിയിൽ രേഖപ്പെടുത്തിയത് ഇനി പറയുന്ന പ്രകാരമാണ്. കാല അഹ്ലുൽ ലുഗ, ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞു, അസ്വമദ്, സ്വമദ് എന്നാൽ അസ്സയ്യിദുല്ലദി യസ്മുദു ഇലൈഹി ഫിൻ നവാസിലി വൽ ഹവായിജ്, ആവശ്യങ്ങളുടെയും അപകടങ്ങളുടെയും സന്ദർഭത്തിൽ അവലംബിക്കുന്ന യജമാനൻ എന്നാണ് അതിൻ്റെ ആശയം. ആവശ്യങ്ങളുടെയും അപകടങ്ങളുടെയും സന്ദർഭത്തിൽ മനുഷ്യരും മറ്റെല്ലാവരും അവലംബിക്കുന്ന യജമാനൻ എന്നുള്ളതാണ് സ്വമദ് എന്നുള്ളതിൻ്റെ ആശയം. ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, ഈ വാക്യം അവതീർണമായപ്പോൾ അന്നഹു ലമ്മ നസലത്ത് ഹാദിഹിൽ ആയ, ഈ വാക്യം അവതീർണമായപ്പോൾ കാലു അവർ ചോദിച്ചു, അവർ പറഞ്ഞു, അവർ അന്വേഷിച്ചു, മസ്വമദ്, ആരാണ് സ്വമദ്? കാല അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹുവ അസ്സയ്യിദ് അല്ലദി യസ്മുദു ഇലൈഹി ഫിൽ ഹവായിജ്, ആവശ്യങ്ങൾക്ക് അവലംബിക്കുന്ന യജമാനൻ, അതാണ് സമദ് എന്ന് പറഞ്ഞു. ഇത് മഫാത്തിഹുൽ ഗൈബിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സമദ് എന്നുള്ളതിൻ്റെ ആശയം. ഇതാ സമദ് എന്നുള്ളതിൻ്റെ തുല്യമായ ഒരു ഏക മലയാള പദം ഉപയോഗിക്കാനാവില്ല. എല്ലാവരും ആശ്രയിക്കുന്നവനും ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനുമായ യജമാനൻ എന്നുള്ളതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥവും ആശയവും. കുഫ്വൻ എന്ന വാക്കിൻ്റെ അർത്ഥ പ്രയോഗത്തെ സംബന്ധിച്ച്, അതിൻ്റെ പ്രയോഗത്തെ സംബന്ധിച്ച് ഖുർത്തുബി രേഖപ്പെടുത്തുന്നത്, കുഫുവ് എന്നത് അതിലെ ഫ ഉകാരവും സമ്പ്രദോകാരവും നൽകി വായിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ കുഫുവൻ അല്ലെങ്കിൽ കുഫുവൻ എന്നും കുഫുവൻ എന്നും, അതിന് നമ്മ നൽകിയും സുക്കൂൻ നൽകിയും ഉച്ചരിക്കുന്നുണ്ട്. ബില്ലമിൽ ഫായി വ സുക്കൂനിഹ, സുക്കൂൻ നൽകിക്കൊണ്ടും ഉച്ചരിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തിൽ ഉകാരം വരുന്ന മൂന്നക്ഷരങ്ങളുള്ള എല്ലാ നാമങ്ങളുടെയും
രണ്ടാമത്തെ അക്ഷരത്തിന് ഉകാരമോ സംവൃതോകാരമോ അഥവാ ലമ്മോ അല്ലെങ്കിൽ സുക്കൂനോ നൽകൽ അനുവദനീയമാണ്. കുഫുവൻ, കുഫുവൻ, കുഫുവൻ എന്ന് ലമ്മ നൽകിയും കുഫുവൻ എന്ന സുക്കൂൻ നൽകിയും അങ്ങനെ രണ്ട് രീതിയിലായിട്ട് ഇത്തരം വാക്കുകൾ ഉച്ചരിക്കാമെന്നാണ് പറയുന്നത്. എന്നാൽ സൂറ സുഹ്റുഫിലെ 15-ാം വാക്യത്തിലെ ജുസ്അൻ എന്ന പദം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഈ പദത്തിൻ്റെ പ്രയോഗവുമായി ബന്ധപ്പെട്ട കാര്യവുമാണ്. ഈ സൂറയിൽ അടങ്ങുന്ന ആശയങ്ങളെ നമ്മൾ സമീപിച്ചാൽ അതിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാവുന്ന രീതി, സവിശേഷമായ പ്രത്യേകതകൾ കൊണ്ട് ആദരിക്കപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ. വിശേഷ ബുദ്ധി മനുഷ്യന് നൽകപ്പെട്ട അനുപമമായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. മറ്റു ജീവജാലങ്ങൾക്കൊന്നും തന്നെ സവിശേഷമായ ഈ വിശേഷ ബുദ്ധി നൽകപ്പെട്ടിട്ടില്ല. ഈ ബുദ്ധി ഉപയോഗിച്ച് തന്നെപ്പറ്റിയും പ്രകൃതിയെപ്പറ്റിയും പര്യാലോചന നടത്താൻ മനുഷ്യന് സാധിക്കുന്നു. മൃഗങ്ങൾക്ക് മറ്റുള്ളവയെപ്പറ്റി ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ സാധ്യമല്ല. കോശത്തിൻ്റെ സൂക്ഷ്മമായ അകത്തളങ്ങളിലേക്ക് കാണ്ടിറങ്ങാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായാണ് ഭ്രൂണശാസ്ത്രവും അതുപോലെ തന്നെ ബയോളജിയിൽ കോശങ്ങളെപ്പറ്റിയുള്ള പഠനങ്ങളുമെല്ലാം വികസിച്ചിട്ടുള്ളത്. പ്രപഞ്ചത്തിൻ്റെ അനന്ത വിസ്തൃതമായ വിഹായസിലേക്ക് പാറിപ്പറക്കാനും ശ്രമിക്കുന്നു. ബുദ്ധിക്ക് അപാരമായ സിദ്ധികളുള്ളതോടൊപ്പം നിയതമായ പരിമിതികളുമുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധി മറ്റു ജീവജാലങ്ങളിൽ നിന്ന് അപരിമേയവും അനുപമവും അപാരവുമാണ്. എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധി എല്ലാറ്റിനും പ്രാപ്യമായിട്ടുള്ള ഒന്നല്ല. അതിനും നിയതമായ പരിമിതികളുമുണ്ട്. ബുദ്ധിക്ക് വിധേയമായ കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളും ഉണ്ട്. ബുദ്ധിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ തള്ളിക്കളയേണ്ടവയാണ് എന്ന കാര്യം എല്ലാവരും സമ്മതിക്കുന്ന സർവസത്യമാണ്. എന്നാൽ ബുദ്ധിക്ക് അതീതമായ, ബുദ്ധിക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് തന്നെ പൂർണ്ണമായി വിശകലനം ചെയ്യാൻ സാധിക്കുമെന്നത് മൗഢ്യവുമാണ്. ബുദ്ധിക്ക് അതീതമായ, ബുദ്ധിക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ അത് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ വിശകലനം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അപ്രാപ്യമായ ഒരു വസ്തു കൊണ്ട് സാധ്യമല്ലാത്തൊരു കാര്യം ചെയ്യുന്ന മൗഢ്യവും വിഡ്ഢിത്തവുമാണ്. പ്രസിദ്ധ ദാർശനികനും ചരിത്രകാരനുമായ ഇബ്നു ഖൽദൂൻ തൻ്റെ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ പ്രസ്താവനയാണ്. പൊന്നു തൂക്കുന്ന ത്രാസിൽ കുന്നു തൂക്കാനാവില്ല. പൊന്നു തൂക്കുന്ന ത്രാസിന് വളരെയേറെ പ്രാധാന്യവും മഹനീയതയുമുണ്ട്. എന്നാൽ അതുകൊണ്ട് ഒരു കുന്നു തൂക്കാൻ ശ്രമിച്ചാൽ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യബോധം കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട്. മനുഷ്യൻ സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് തൻ്റെ പരിമിതികളുള്ള തലച്ചോർ ഉപയോഗിച്ച് നടത്തുന്ന സകലമാന സങ്കല്പങ്ങളും ഒട്ടേറെ അപര്യാപ്തതകളാൽ വലയം ചെയ്യപ്പെട്ടവയാണ്. എന്നാൽ സൃഷ്ടാവിൻ്റെ സൃഷ്ടിവിലാസങ്ങളിലെ മുദ്രകളിലൂടെ അവൻ്റെ അസ്തിത്വത്തിൻ്റെ സാന്നിധ്യം മനുഷ്യന് അനുഭവിച്ച് അറിയാൻ സാധിക്കും. സൃഷ്ടാവിനെ സംബന്ധിച്ച ധാരണ മനുഷ്യ മനസ്സിൽ സഞ്ചരിക്കുന്നതിന് സഹായകമാകുന്നവയാണ് ദിവ്യപ്രോക്തമായി ലഭിച്ചിട്ടുള്ള അവൻ്റെ ഗുണവിശേഷണ നാമങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് ഈ ചെറിയ പരിമിതമായ തലച്ചോർ ഉപയോഗിച്ച് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഗുണവിശേഷണ നാമങ്ങളെ സംബന്ധിച്ച ശരിയായ പഠനത്തിലൂടെയാണ് സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള ധാരണകൾ മനുഷ്യൻ രൂപീകരിക്കേണ്ടത്. അതിന് മാത്രമേ മനുഷ്യന് സാധിക്കുകയുള്ളൂ. സൃഷ്ടാവിനെ സംബന്ധിച്ച എല്ലാ ഗുണവിശേഷണങ്ങളെയും നിഷേധിച്ച് അവനെ നിർഗുണ ശക്തിയായി ശൂന്യതയിൽ തള്ളുന്ന നിരാകരണവാദത്തെയും സൃഷ്ടാവിനെ സൃഷ്ടികളോട് തുലനപ്പെടുത്തി അവൻ സൃഷ്ടി സമാന ശരീരകരണം ആരോപിക്കുന്ന സമാനവാദത്തിൻ്റെയും ഊരാക്കുടുക്കിൽ നിന്ന് മുക്തമാണ് ഖുർആനിൻ്റെ ദൈവശാസ്ത്ര വിവരണം. ഖുർആൻ പടച്ച തമ്പുരാനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച് നൽകുന്ന വിശേഷണങ്ങൾ ചിലർ നൽകുന്നത് പോലെ സൃഷ്ടാവിൻ്റെ എല്ലാവിധ ഗുണവിശേഷണങ്ങളെയും നിരാകരിച്ച് പരിപൂർണമായ ശുദ്ധ ശൂന്യതയിൽ തള്ളുന്ന തരത്തിലുള്ള നിരാകരണവാദമല്ല. അതേസമയം സൃഷ്ടാവിനെ സൃഷ്ടികളിൽ ആരോടെങ്കിലും ഉപയോഗിച്ചോ അല്ലെങ്കിൽ മനുഷ്യനോട് ഉപമിച്ചോ ശരീര സമീകരണം വരുത്തി സൃഷ്ടാവിനെ
സൃഷ്ടികൾക്ക് തുല്യമായി അവതരിപ്പിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള സമാനവാദത്തിൻ്റെ ഊരാക്കുടുക്കിൽ നിന്നും സൃഷ്ടാവിൻ്റേതായ അസ്തിത്വവും വ്യക്തിത്വവും ഉണ്ടെന്നും അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണെന്നുള്ളതുമാണ് ഇസ്ലാമികമായി അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഖുർആനിക പരിപ്രേക്ഷ്യത്തിലുള്ള ദൈവശാസ്ത്ര വിവരണം നമ്മോട് പറഞ്ഞു തരുന്നത്. സൃഷ്ടാവ് അസ്തിത്വത്തിലും ഗുണങ്ങളിലുമെല്ലാം അനുപമമായ ഏകത്വത്തിൻ്റെ ഉടയവനാണ് എന്നുള്ളത് ഈ സൂറത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. കുൽ ഹുവല്ലാഹു അഹദ്. സകലമാന സൃഷ്ടികളും അവനെ അവലംബിക്കാൻ നിർബന്ധിതനാണ്. അള്ളാഹു സമദ്. അവനാകട്ടെ ആരുടെയും അവലംബത്തിന് വിധേയനുമല്ല. അതിനാൽ സകലമാന സങ്കടങ്ങളിലും ആത്യന്തിക ആശ്രയമായിട്ടുള്ളവൻ അവൻ മാത്രമാണ്. അള്ളാഹു അസ്വമദ്. അവൻ പുത്രന്മാരെയോ പുത്രിമാരെയോ ജനിപ്പിച്ചിട്ടുണ്ടെന്ന വാദം തനി വ്യാജമാണ്. മറ്റൊരാളുടെ സന്തതിയായി ജനിച്ചു വരികയെന്ന സൃഷ്ടികളുടെ ഗുണത്തിന് അതീതനായവനുമാണ് സൃഷ്ടാവായ അള്ളാഹു. യേശുവും ഉസൈറും ദൈവത്തിൻ്റെ പുത്രന്മാരല്ല. മാലാകന്മാർ ദൈവത്തിൻ്റെ പുത്രിമാരോ അവതാരങ്ങളോ അല്ല. സൃഷ്ടികളിലോ മനുഷ്യരിലോ ആരും തന്നെ ദൈവത്തിൻ്റെ സമാനത വഹിക്കുന്ന യാതൊരു വ്യക്തിയോ ശക്തിയോ ഇല്ല. ലം യലിദ് വലം യൂലദ് വലം യക്കുല്ലഹു കുഫുവൻ അഹദ്. അത്യുന്നതമായ കലർപ്പറ്റ ഏകദൈവവിശ്വാസത്തിൻ്റെ അത്യുജ്വലമായ തെളിമയാർന്ന പ്രഖ്യാപനമാണ് ഈ വാക്യങ്ങളിൽ ഘോഷിക്കപ്പെടുന്നത്. ലോകത്തുള്ള എല്ലാത്തരം ഷിർക്കിനെയും നിരാകരിക്കുന്ന ത്രിയേകത്വത്തെയും വിഗ്രഹാരാധനകളെയും ദൈവപുത്രവാദങ്ങളെയും ദൈവാവതാരവാദങ്ങളെയും എല്ലാം നിരാകരിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ പരിശുദ്ധമായ ദൈവിക വീക്ഷണത്തിൻ്റെ അന്തസത്തയടങ്ങുന്ന ഒന്നാണ് ഈ സൂറ. ഈ സൂറയിൽ വന്നിട്ടുള്ള കാര്യങ്ങളുടെ മറ്റു ചില വിശദീകരണങ്ങളും വിവരണങ്ങളുമാണ് ഖുർആനിൻ്റെ തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2000-ലേറെ ആയത്തുകളിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ സൂറ അൻആം 103 വാക്യത്തിൽ പറയുന്നു, ലാ തുദിരിക്കുൽ അബ്സാർ വഹുവ യുദിരിക്കുൽ അബ്സാർ. കണ്ണുകൾ, ദൃഷ്ടികൾ ദൈവത്തെ അള്ളാഹുവിനെ പ്രാപിക്കുന്നില്ല, എന്നാൽ ദൃഷ്ടികൾ അവന് വിധേയമാണ്. ദൃഷ്ടികളെ അവൻ പ്രാപിക്കുന്നു. വഹുവൽ ലത്തീഫുൽ ഖബീർ. അവൻ സൂക്ഷ്മജ്ഞാനിയും അഭിജ്ഞനുമാകുന്നു. അഥവാ സൃഷ്ടാവിനെ മനുഷ്യന് തൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല എന്നുള്ളതും എന്നാൽ സൃഷ്ടാവ് സദാ മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമായ യാഥാർത്ഥ്യമാണ് ഈ വാക്യത്തിൽ പറയുന്നത്. അതോടൊപ്പം സൂറ അൻ-നഹ്ൽ 74 വാക്യത്തിൽ സൃഷ്ടാവിന് മനുഷ്യരായ നിങ്ങൾ സ്വയം കൽപ്പിതമായ ഉപമകൾ ഉണ്ടാക്കരുത് എന്ന് അള്ളാഹു അനുശാസിക്കുന്നുണ്ട്. ഫലാ തദ്രിബൂലില്ലാഹിൽ അംസാൽ. ആകയാൽ അള്ളാഹുവിന് നിങ്ങൾ ഉപമകൾ പറയരുത്. നിങ്ങൾ നിങ്ങളുടെ പരിമിതമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടാവിനെ ഏതെങ്കിലും ഒന്നിനോട് ഉപമിക്കുക എന്നുള്ളത് വളരെ തെറ്റായ, വളരെ അശാസ്ത്രീയമായ, വളരെയധികം ബുദ്ധിരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ് എന്ന കാര്യമാണ് ഈ വാക്യത്തിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ തുല്യരായി ആരുമില്ലെന്ന് സൂറ അഷൂറ 11 വാക്യത്തിൽ പറയുന്നുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈഉൻ. അവന് തുല്യമായി യാതൊന്നുമില്ല. സൃഷ്ടാവിന് സമനോ തുല്യനോ ആയിട്ട് ഒരു വ്യക്തിയോ ശക്തിയോ ഇല്ല, ആരും തന്നെ ഇല്ല എന്നുള്ള കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ്. എന്നാൽ അതിനർത്ഥം സൃഷ്ടാവിന് പ്രത്യേകമായ ഒരു അസ്തിത്വമില്ല എന്നുള്ളതല്ല. വഹുവ സമീഉൽ അലീം, സമീഉൽ ബസീർ. അവൻ എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാകുന്നു. അപ്പോൾ സൃഷ്ടാവ് എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം മനസ്സിലാക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അതല്ലാതെ സൃഷ്ടാവ് അന്ധമായ ഒരു ശക്തിയാണ് എന്നുള്ളതല്ല. മറിച്ച് അള്ളാഹുവിനൊരു അസ്തിത്വമുണ്ട്. ആ അസ്തിത്വം സൃഷ്ടികളിൽ നിന്ന് ഭിന്നവും വ്യത്യസ്തവുമാണ്. സൃഷ്ടികളിൽ ആരുമായിട്ട് തുലനപ്പെടുത്താൻ ആവില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സൃഷ്ടാവ് സൃഷ്ടികളുടെ, പ്രത്യേകിച്ച് മനുഷ്യരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണെന്നും സൃഷ്ടാവ് മനുഷ്യരുടെ സമീപത്തു തന്നെ മനുഷ്യരുടെ ചോദ്യങ്ങളും അന്വേഷണങ്ങൾക്കും ഉത്തരം നൽകാൻ വേണ്ടി തയ്യാറായി നിൽപ്പുണ്ട് എന്നുള്ളതും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറ അൽ ബഖറ 186 വാക്യത്തിൽ വ്യക്തമാക്കുന്നു. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നിന്നോട് എൻ്റെ ദാസന്മാർ എന്നെപ്പറ്റി ചോദിച്ചാൽ
നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഉജീബു ദാവത്തദ്ദായി ഇദാ ദആനി, ഞാൻ അടുത്തു തന്നെ, ഫൈന്നി ഖരീബുൻ, ഞാൻ അടുത്തു തന്നെ ഉണ്ട് എന്ന് പറയുക. ഉജീബു ദാവത്തദ്ദായി ഇദാ ദആനി, പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്നും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സൃഷ്ടാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ സൃഷ്ടാവ് ഉത്തരം തരും. സൃഷ്ടാവ് വളരെ സമീപസ്ഥനാണ്. മനുഷ്യൻ്റെ രക്ഷകനായി സൃഷ്ടാവുണ്ട്. അതിനാൽ തന്നെ സൃഷ്ടാവായ അള്ളാഹുവിനെ വിട്ട് മറ്റ് സൃഷ്ടികളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന വളരെ മൗലികമായ തൗഹീദിൻ്റെ ആശയമാണ് ഈ വാക്യത്തിലും വ്യക്തമാക്കുന്നത്. മറ്റൊരു വാക്യത്തിൽ സൂറ അൽ ഇസ്രായിലെ 110 വാക്യത്തിൽ അള്ളാഹു പറയുകയാണ്, കുലിദു ഉള്ള, നബിയെ പറഞ്ഞു കൊടുക്കുക, ഉദു ഉള്ള, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊള്ളുക അള്ളാഹുവിനെ. അവിദു അള്ളാഹു എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവിദു ഉർ റഹ്മാൻ, റഹ്മാൻ എന്നോ വിളിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക്. അയ്യമ്മാത്തതു, നിങ്ങൾക്ക് ഏത് നിങ്ങൾ വിളിക്കുകയാണെങ്കിലും, ഫലഹുൽ അസ്മാ ഉൽ ഹുസ്ന, അവനുള്ളതാണ് ഏറ്റവും ഉത്കൃഷ്ടവും മനോഹരവുമായ നാമങ്ങൾ. അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടവും മനോഹരവുമായ വിശേഷണ ഗുണനാമങ്ങളുണ്ട് എന്ന് അള്ളാഹു ഈ വാക്യത്തിൽ പറഞ്ഞു തരുന്നു. അപ്പോൾ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കുക. യാ റഹ്മാൻ, യാ അള്ളാ എന്നിങ്ങനെ നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് സ്വയം തോന്നുന്ന തരത്തിലുള്ളതല്ല ഉപയോഗിക്കേണ്ടത് എന്ന കാര്യവും ഈ വാക്യം ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം വിശദീകരിച്ച് വ്യക്തമാക്കി. നബി പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞിട്ടുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ലില്ലാഹി തിസ്അതൻ വ തിസ്ഈന ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരത് ശരിയായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മൻ അഹ്സാഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം, അതിൻ്റെ അർത്ഥ തലങ്ങൾ, ആ നാമങ്ങളെ പറ്റി ശരിയായി മനസ്സിലാക്കി തദനുസൃതമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിച്ചാൽ ദഖലൽ ജന്ന, അവന് സ്വർഗത്തിലെത്തിച്ചേരാം എന്നും പറയുന്നു. അപ്പോൾ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി കണ്ടുകൊണ്ട്, അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അവന് മാത്രം പ്രാർത്ഥനകളും പൂജകളും ആരാധനകളും അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള തൗഹീദിൻ്റെ കാതലായ കാമ്പിനെ, മറ്റ് സൃഷ്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ടുള്ള സൃഷ്ടാവിനെ മാത്രം ആരാധ്യനായി കാണണമെന്നുള്ള സന്ദേശത്തെ, തൗഹീദിൻ്റെ അടിസ്ഥാനപരമായ ഈ സന്ദേശത്തെ ഷിർക്കിൻ്റെ എല്ലാ തരം വിപര്യങ്ങളെയും വ്യത്യസ്തതകളെയും എല്ലാം നിരാകരിച്ചുകൊണ്ട് ഈ സൂറത്തിൽ അള്ളാഹു സ്പഷ്ടമാക്കിയിരിക്കുകയാണ്, വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സൂറയും ഈ സൂറയുടെ അനുബന്ധമായി മറ്റു വാക്യങ്ങളിൽ വന്നിട്ടുള്ള വിശദീകരണങ്ങളും വിശകലനങ്ങളും പഠിച്ചു മനസ്സിലാക്കി മുറുകെ പിടിച്ച് ഈ സൂറത്തിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു മരിക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും.